കിനാവിന്റെ ലോകത്ത് പാർട്ട് 8. ഇതുവരെയുള്ള പാർട്ടുകളിൽ കുഞ്ഞോളെ ജീവിതകഥ നാത്തൂനോട് പറയുകയായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടർന്ന് കാണാം. അപ്പൊ ഇത്രയൊക്കെ നിങ്ങളെ ജീവിതത്തിൽ നടന്നിക്കണ്, എന്നിട്ട് ഇത്രയും കാലങ്ങളെ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ആള് തിരക്കടിയല്ല. അപ്പൊ ഇത്രയും കൊല്ലേ ഇന്ത്യ ഇമ്മാന്റെ ഇക്കാന്റെ മുന്നിലെ നിങ്ങൾ നാടൻ കളിക്കുന്നില്ലേ? നിങ്ങളെ എളാമ ഇവിടെ വന്നിട്ടേ ഓരോ പ്രശ്നം ഉണ്ടാക്കുമ്പോഴും ഞങ്ങൾ കരുതിനെന്താ ഇങ്ങളോടുള്ള ദേഷ്യം കൊണ്ടാവുന്നാണ്. ഇതിപ്പോ അതല്ലല്ലോ സംഭവം. ഇത് ഞാൻ പറഞ്ഞില്ല, മോശത്തരാണ്. ഇതിപ്പോ ഇവിടുത്തെ ആൾക്കാർ കണ്ട എന്താ പറയില്ലേ? അല്ലെങ്കിലോ ആ സെക്കീനകത്തൊക്കെ ഓരോന്ന് ചെവി കൊള്ളാൻ നടക്കുകയാണ്. എന്താ ഈ പെരന്റെ ഉള്ളിൽ നടക്കണ് കരുതിയിട്ട് അതിന്റെ അടുക്കാണ് ഇപ്പൊ പഴയ കാമുകനും കുടുംബം കൂടി അയൽവാസിയിൽ വന്ന് നിൽക്കുന്നത്. നിങ്ങളും കരുതി കാണൂ ഇങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനേ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞതെന്നുള്ളത്. എന്നാലേ അങ്ങനല്ല, ഇങ്ങളെ അപ്പുറത്തെ പെരക്കാരും കൂടി എന്തോ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളത് എനിക്ക് വന്നപ്പോ തന്നെ മനസ്സിലായിക്കണം. എന്താന്നറിയോ, ആ ഇവിടെ വന്നപ്പോഴേ ഇങ്ങളും പാത്തും പതുങ്ങിയും ഇങ്ങളെ ദേഷ്യപ്പെടലും ഒക്കെപ്പാടെ കണ്ടപ്പോ തന്നെ ഏത് പൊട്ടൻക്ക് മനസ്സിലാവും എന്തോ സംഭവം ഉണ്ട് എന്നുള്ളത്. എങ്ങനെയെങ്കിലേ ഇങ്ങളെ നാവും തന്നെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞാൻ കുത്തി ചോദിച്ചത്. അല്ലാതെ നിങ്ങൾ കരുതി കാണേ ഇങ്ങളോട് സ്നേഹം ഉണ്ട് എന്നുള്ളത്. ഒരിക്കലും സ്നേഹിക്കൂല. ആങ്ങളുടെ പെണ്ണുങ്ങളെ ആങ്ങളിനല്ലാതെ വേറെ ഒരുത്തനെ സ്നേഹിച്ചെന്നുണ്ടെങ്കിൽ ഒരു പെങ്ങൾക്കും സഹിക്കൂല. ആങ്ങളെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇല്ലെങ്കിലും. അപ്പൊ നിങ്ങൾ ഇത്രയും നാളെ ഇന്റെ ഇക്കാനെ ചതിക്കുന്നില്ലേ? ഇക്കാന്റെ വിധവ എന്നാ നിങ്ങളുടെ ഇവിടെ നിന്നിട്ട് എന്തൊക്കെയാ നാടകയെന്ന്. ഇന്റെ ഉമ്മയെന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കാനും. ഇന്റെ ഉമ്മാക്ക് ഇങ്ങളെന്ന് വെച്ച ജീവനാണ്. എവിടുന്നാണ് അവ ഈ സ്നേഹം പൊട്ടിമൊളിച്ചത്? നിങ്ങൾ പേരും കള്ളിയാണ്. ഇമ്മാനി ഇവിടുത്തെ ഇപ്പാനി ഇന്റെ ഒക്കെ മരിക്കണ വരെ ഇന്റെ കാനൊക്കെ ചതിക്കേ നിങ്ങള്. വെറും കള്ളിയല്ല, പേരും കള്ളിയാണ് നിങ്ങള്. പെണ്ണിനോട് ഞാൻ എത്ര പറഞ്ഞിരിക്കണു സ്വന്തം റൂം നേരാക്കണം എന്നുള്ളത്. സ്വന്തം കിടന്ന ബെഡ്ഷീറ്റും കൂടി ഓക്കെ നേരാക്കാൻ വെച്ച കത്തി നിന്റെ കൈ എത്തണം. ഇമ്മൂട്ടിയേ നിങ്ങളോട് ഒരു ദേഷ്യം ഉണ്ടായില്ല. നിങ്ങൾ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തന്നെ ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയാന്നുണ്ടെങ്കിൽ ഇന്റെ ഒക്കെ മരിച്ചിട്ട് എത്ര കാലായി? 3-4 കൊല്ലം കഴിഞ്ഞില്ലേ? എന്നിട്ട് ഇപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞത്? അപ്പൊ ഇത്രയും കാലം ഇന്നോടും ഉമ്മാനോടൊക്കെ എല്ലാം മറിച്ച് നിൽക്കുകയാണ് ഇല്ലേ? അതിപ്പോ പെരയിൽ അയൽവാസിയിൽ വന്ന് അവര് നിന്നപ്പോൾ ഈ പൊയ്ക്കോളി, അവന്റെ പെരയേക്കന്നോട് പൊയ്ക്കോളി, എന്തിനാ ഇവിടെ അങ്ങനെ കെട്ടി നിൽക്കണേ? നിങ്ങൾ ഇന്നലെ ഇവിടുന്ന് ഇറങ്ങി പൊയ്ക്കോളി. പേരും കള്ളി. ഒരുത്തിയാണെങ്കിലോ തയ്ക്കാണ്ടെന്ന് പറഞ്ഞാണ്ടേ രാവിലെ അകത്തേക്കാണ്ട് കേറും. എന്നാലോ തയ്ക്കലായിട്ട് തീരുവോ? അതും ഇല്ല, രണ്ടും കണക്കാ. എന്തിനാ അമ്മ നിങ്ങൾ ഇങ്ങനെ വിളിച്ചിരുന്നത്? കുറെ നേരമായല്ലോ വിളിച്ചിങ്ങനെ കാർന്നേ. എന്താടി അന്നെ ഞാൻ വിളിച്ചങ്ങോട്ട് വന്നാല്? ഞാൻ ഇപ്പൊ വിളിച്ച് കാറിയത് എനിക്ക് കുറ്റം? ഞാൻ വെറുതെ ഒന്നും വിളിക്കല്ലോ. എന്താ എന്റെ മുഖം ഇങ്ങനെ കടന്നല് കുത്തിയമാര് വീർത്തിക്കണ്? ഒരു കാര്യമില്ലാതെ ഞാൻ വിളിക്കൂലെന്ന് അറിയില്ല. എനിക്ക് വിളിച്ചതിനാണ് എന്റെ മോന്ത ഇങ്ങനെ കടന്നൽ കുത്തിമാരി വീർപ്പിച്ചിക്കണത്. ഈ പെരയിലുണ്ടല്ലോ ചാടി കളിക്കല്ല വേണ്ടത്. ഒറ്റൊന്നും ഇനി വിശ്വസിക്കാൻ പറ്റില്ല. ഒക്കെ പഠിച്ച കല്യാണാണ്. നിങ്ങൾ മരിയോളോടെ നിങ്ങൾ ചോദിച്ചു നോക്കി. ഇത്രയും കാലം ഈ പെരന്റെ ഉള്ളില് കൊച്ച പാവത്താന്റെ മാരി നിന്നീന്നല്ല, അത് എന്തിനായിരുന്നുള്ളത്. എന്താടിച്ച് പിച്ചും പോയും പറഞ്ഞത്? കൊണയച്ചിട്ട് ഇങ്ങനെ നിന്ന് പറയണ്ടല്ല. അന്റെ കാക്ക ഉണ്ടാവുമ്പോളേ ഒരു കുഞ്ചും പോരും ഒരു നാത്തും പോരും ആ പെണ്ണിന്റെ അടുത്തേക്ക് ചെന്നിട്ടില്ല. കാക്ക ഇല്ലാതായപ്പോഴാണ് എനിക്ക് ഇതിനൊക്കെ തോന്നിയത്. കാക്ക ജീവിച്ചിരിക്കുമ്പോ എനിക്ക് ഇങ്ങനത്തെ ഒരു തോന്നലും ഉണ്ടായിട്ടില്ല. വെറുതെ ആ പെണ്ണിനങ്ങനെ ഓരോന്ന് പറഞ്ഞാണ്ട് നിൽക്കും. ആ പാവം സഹിക്കണമായിരിക്കേ ഇജൊന്നും ഇങ്ങനെ സഹിക്കണില്ല. ഇന്നെന്തിനാണ് അതിനെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങളെ മകനെ ചതിച്ച പെണ്ണാണത്. അത് നിങ്ങൾക്ക് വല്ലതും അറിയോ? എന്റെ ബദിരിങ്ങളെ എന്താ ഞാൻ കേൾക്കണ്? എന്താടി പെണ്ണേച്ചി പറഞ്ഞത്? എനിക്ക് വല്ല ബോധം ഉണ്ടാ? ഈ തന്റെ കൊലായ്മ ഇരിക്കണ്ടട്ടാ, അത് കേൾക്കണ്ട. ഞാനൊരു അനാവശ്യം പറയണില്ല. പ്രത്യേകിച്ച് കാരണമില്ലാതെ ഞാൻ അങ്ങനൊന്നും പറയില്ല എന്നുള്ളത് ഇമ്മാക്ക് നല്ല അറിയാം. നിങ്ങളെ മരിയോള് ഇതാ ഇത്രയും കാലം ഇന്റെ കന ചതിക്കേന്ന്. അത് നിങ്ങൾക്ക് വല്ലതും അറിയാം? നമ്മളെ എല്ലാവരും പൊട്ടന്മാരാക്കിയേന്ന്. അപ്പുറത്ത് പുതിയ താമസക്കാര് വന്നിക്കണതാ. അവിടുത്തെ മോന് ജമാൽ എന്ന് പറഞ്ഞത് കേട്ടെ നിങ്ങളെ മരിയോള് ഇഷ്ടത്തിലേനാല. ഇന്റെ കാനെ ചതിക്കേന്നോള്. ഞമ്മളൊക്കെ മരിക്കണ വരെ പൊന്നു പോലെയല്ല അവളെ നോക്കിയത്. എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടാ? ഇപ്പൊ അവള് പറഞ്ഞ് ഇക്കാനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിക്കണെന്നുള്ളത് ഞമ്മളെങ്ങനെ അറിയാനാണ്? ഇക്കപ്പൊ ജീവിച്ചിരിപ്പില്ലല്ലോ. അപ്പൊ ഓൾക്ക് എന്തും പറയാലാ. നിങ്ങളിപ്പൊ ബദിരിങ്ങളെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആദ്യം തന്നെ ചിന്തിക്കണ്ടീന്ന്. പെണ്ണ് ആലോചിച്ച് കൊണ്ടുവരുമ്പോ തന്നെ ചിന്തിക്കണ്ടീന്ന്. അവിടെ പോയി അന്വേഷിക്കണ്ടീന്ന്. ഇതിന് വല്ല കുളത്തും ഇതുണ്ടോന്നുള്ളത്. അത് അന്വേഷിക്കാതെ ഇപ്പൊ ബദിരിങ്ങളെ വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഞാനൊരു കാര്യം പറയും ഉമ്മാനോട്, അവളിപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാണ്ടി.
ഇനി ഒരു നിമിഷം പോലും ഉണ്ടല്ല ആ പെണ്ണിനെ ഇവിടെ നിർത്താൻ പാടില്ല. ഞമ്മളൊക്കെ ഇപ്പൊ ജീവിച്ചിരിപ്പൊന്നും ഇല്ലല്ല. ഞമ്മളൊക്കാന്റെ രക്തത്തിൽ പറഞ്ഞ ഒരു കുട്ടി അവൾക്ക് ഉണ്ടായിട്ടില്ല. അതന്നെ വലിയ ഭാഗ്യം. അല്ലെങ്കിൽ ആ കുട്ടിയും കൂടി അനുഭവിക്കേണ്ടിയത് പലതും. അതുകൊണ്ട് അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും. ഇമ്മിപ്പിയും കൂടി ഇനി സിമ്പതി കാട്ടിക്കാണ്ട് അവൾ ഇനി ഈ വീട്ടിൽ നിർത്തുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് എവിടേക്കെങ്കിലും പോകും, ഇറങ്ങി പോകും, ഉറപ്പാണ്. ഞാൻ ഇവിടെ നിൽക്കൂല. ഇമ്മാക്ക് ഉപ്പാക്കും തീരുമാനിക്കാം. ഇമ്മാക്ക് സ്വന്തം മോള് വേണോ അത് എവിടുന്നേലും കേറി വലിഞ്ഞു കേറി വന്നേ മരിയോള് വേണോ എന്നുള്ളത്. എടി എന്താ ബദ്രിങ്ങളെ ഞാൻ ഈ കേൾക്കണത്? വെച്ച എന്തൊക്കെ ഈ പേരന്റെ ഉള്ളിൽ നടക്കണ്? എന്തൊക്കെ ഈ പെൺകുട്ടി വന്ന് പറഞ്ഞു പോയത്? എന്റെ കയ്യും കാലും വറക്കണ്. അതൊരു മലക്കം. പഠിച്ചവന് എന്റെ കുട്ടീനെ ചെണ്ട് കൊണ്ടുപോയപ്പോ ഞാൻ കരുതിയത് എന്റെ മോനെ പോലെ തന്നെയാണ് ഓള്. അതേ ആ പെൺകുട്ടിനെ ഇവിടെ പിടിച്ചു നിർത്തിയത്. ഇതൊക്കെയാണാവോ? കുഞ്ഞോളെ ഇമ്മൂട്ടി എന്തൊക്കെ ഒച്ചപ്പാട് കൂട്ടിപ്പോയി. ഇന്റെ ആള് ഇന്റെ കുട്ടീനെ ചതിച്ചെന്നൊക്കെയാണ് പറയുന്നത്. ഇമ്മ ഞാൻ ഇക്കാനെ ചതിച്ചിട്ടില്ല. ഇമ്മ ഇക്കാനോട് എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിരുന്നു. എന്റെ ചെറുപ്പം മുതലുള്ള ഫ്രണ്ടാണ് അവനെന്ന് എല്ലാ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ ഞാൻ ഒക്കെ പറഞ്ഞിരിക്കണ ഇക്കാനോട്. ഇമ്മ നിങ്ങളീ കുഞ്ഞോളെ സംശയിക്കാണ്. ഇമ്മക്കറിയില്ല ഈ മോളെ. ഇങ്ങളെ പോലെ ചിന്തിക്കാനുള്ള മനസ്സൊന്നേ ഈ ഇമ്മാക്കില്ല. എന്നാലേ എന്നോട് ഞാനൊരു കാര്യം പറയാണ്. അനക്ക് ഇവിടുന്ന് പോവാ. അന്റെ ഈ വീട്ടിലെ ആരുമില്ല. എനക്ക് ഞങ്ങളൊക്കെ ആരോ ആണ്. അനക്ക് ഇനി ഈ വീട്ടിലൊരു സ്ഥാനം ഇല്ല. എന്റെ മകൻ ഉണ്ടായിരുന്നപ്പോ എന്റെ മകന്റെ പെണ്ണുങ്ങളെന്നെങ്കിലും പറഞ്ഞു നിക്കാം. എന്റെ മകനും ഇല്ല. അതിനുള്ള ഭാഗ്യമൊന്നും പഠിച്ചാൽ ഞങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പൊ അനക്ക് ഇവിടുന്ന് പോവാ. അന്നഞ്ഞേ ആ പഴയ കുഞ്ഞോളായിട്ട് കാണാനേ ഇമ്മാക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇമ്മൂട്ടി എന്തൊക്കെയോ വന്ന് പറഞ്ഞുപോയി. അപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞിരുന്നത് അങ്ങനൊന്നും ഉണ്ടാവില്ലേ എന്നാണ്. എന്റെ കയ്യും കാലൊക്കെ വരച്ചിട്ടേ ആകെ ഇതായിപ്പോയി. എന്റെ എളാമാനെ ആരെ ചേച്ചി വിളിച്ചു പോയിക്കോ. എന്റെ മകൻ ഇല്ലാതായിട്ടേ അന്നെ ഞാൻ പൊന്നു പോലെ നോക്കിയിട്ടുള്ളൂ. എന്റെ മകന്റെ സ്ഥാനത്ത് നിന്നിട്ട് ഒരു മരിയോളായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നെ എന്റെ മകളായിട്ട് തന്നെ ഞാൻ കണ്ടത്. പക്ഷെ ഇനി ഇമ്മാക്കേ അങ്ങനെ കാണാൻ പറ്റൂല. ചിലപ്പോ ഈ പ്രായത്തിന്റെ തന്നെ ആവും. എന്നാലും ഒരു പെറ്റ തള്ളക്കോയി അങ്ങനെ കാണാൻ പറ്റൂല. മകനെ ചതിച്ചേ പെണ്ണിനെ ഒരു മകളായിട്ടൊന്നും കാണാൻ പറ്റൂല. അതിനുള്ള മനസ്സൊന്നും എനിക്കില്ല. ഇജേ ആരെ വിളിച്ച് പോവാൻ നോക്ക്. കേ എന്നോട് വർത്താനം പറയാനേ എന്നെ കാണുമ്പോ ദേഷ്യത്തിൽ വർത്താനം പറയാനും വെച്ച ഒന്നിനും വെച്ച പോവാൻ നോക്ക് മേഘം. പോയേ പറ്റുപെടുന്നു. എന്റെ ജീവിതം എങ്ങനെയാണ്? ഇവിടുന്ന് ഒരു മാറ്റം ഉണ്ടാവില്ല. ഈ പേർക്കാരും കൂടി നാണം കെടുത്താൻ വയ്യ എന്നെ കൊണ്ട്. പോയേ പറ്റുള്ളൂ. എന്റെ സത്യാവസ്ഥ ആരും മനസ്സിലാക്കൂ. മനുഷ്യന് ദേഷ്യം അടക്കാൻ പറ്റണില്ല. എന്തോരം സ്നേഹിച്ചതാണ് ഞാൻ അതിനെ. സ്വന്തം ഇത്താനെ പോലെയല്ലേ സ്നേഹിച്ചത്. പാവം. അപ്പൊ മരിക്കണ വരെ എന്റെ അക്കാന്റെ കൂടെ ജീവിച്ചത് വേറൊരാളെ മനസ്സിലിട്ടുങ്ങാണ്ടാണ്. ഇമ്മൂട്ടിയെ ഞാൻ പോവാടി ഇവിടുന്ന്. ഇമ്മനോടെ ഇവിടുന്ന് പോവാൻ പറഞ്ഞു. നന്നായി പോവുകയാണെങ്കിൽ കാര്യമായി പോയി. ഞാൻ ഒരിക്കല് നിങ്ങളെ കണ്ണിന്റെ മുന്നിൽ വരാതെ നോക്കിക്കോളാം. പക്ഷെ മുട്ടിയ അത് മാത്രം പറയരുത് കേട്ടോ. എന്റെ ഇക്കാനെ ഞാൻ ചതിച്ചിരുന്നുള്ളത്. ഇല്ലടി, ഒരിക്കലും എന്റെ ഇക്കാനെ ഞാൻ ചതിച്ചിട്ടില്ല. എന്റെ ഇക്കാന്റെ കൂടെ 3-4 കൊല്ലം നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. ആ ഭാഗ്യക്ക് പഠിച്ചം തന്നിട്ടുള്ളൂ. പക്ഷെ അന്ന് മുതല്
ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ ജീവിച്ചിരുന്നത്. ഒരിക്കലും എൻ്റെ ഇക്കാനോട് ഞാൻ ഒരു കാര്യം മറച്ചു വെച്ചിട്ടില്ല. എന്നോട് ഇന്നിപ്പോ എല്ലാ പറഞ്ഞ പോലെ തന്നെ കല്യാണം കഴിഞ്ഞ അന്നേ എല്ലാ കാര്യവും എൻ്റെ ഇക്കാനോട് ഞാൻ പറഞ്ഞിരിക്കണം. പക്ഷെ അനക്ക് മാത്രം എന്നെ വിശ്വാസമില്ലാത്തത്. ഞാൻ പോവുകയാണ്. പിന്നെ ഞാൻ ഒരിക്കലും എന്റെ വീട്ടിക്ക് പോവില്ലടി. എന്റെ അമ്മ ഇപ്പം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സ്നേഹിച്ചിരുന്നത് ഇങ്ങളൊക്കെ തന്നെയാണ്. അതിലൊരുപാട് മുന്നിലാണ് എന്റെ ഒക്കെ എന്നെ സ്നേഹിച്ചത്. പക്ഷെ പഠിച്ചവന്റെ കനമയം കൊണ്ടുപോയി. എനിക്ക് കിട്ടാത്ത സ്നേഹം ഞാൻ ഈ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്. ഈ എന്നോട് പറഞ്ഞില്ലേ ഞാൻ പഠിച്ച കള്ളിയാണ് ചതിക്കുന്നത്. ഇല്ലടി, നിങ്ങളോടൊക്കെ പറഞ്ഞാലേ നിങ്ങളിപ്പോ പ്രതികരിച്ചില്ലേ അതുപോലെ പ്രതികരിക്കുമെന്ന് പേടിച്ചിട്ടാ ഞാൻ പറയാതിരുന്നത്. പക്ഷെ ആരാരില്ല എനിക്ക്. ഇന്നെ സാരല്ല, ഞാനേ എന്റെ വീട്ടിൽ ഇനി പോവൂല. എന്റെ എളാമാന്റെ നസീമാന്റെ കുത്തുവാക്കും പരിയാസും കേൾക്കാൻ വയ്യടി എനിക്ക്. എളാമ ഇവിടെ വന്നതന്നെ അതിനേന്ന് എന്റെ ജീവിതം നശിപ്പിക്കാനാണ്. എളാമാനോടൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്തിക്കണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ ജീവിതം എങ്ങനെയെങ്കിലും നരകിച്ച് കാണാനാണ് ഒരാഗ്രഹിക്കുന്നത്. അതെന്തായാലും ഓരോ കണ്ണിന്റെ മുന്നില് ഞാൻ കാണിച്ചു കൊടുക്കൂല. ഒരിക്കൽ ഞാൻ പോവാണ്. ഇക്ക, ഞാൻ പോവുക ഇവിടുന്ന്. എന്നോടെ ഇവിടുന്ന് പോവാൻ പറഞ്ഞു നമ്മളമ്മി ഇങ്ങോട്ട്. ഇക്ക ആകെപ്പാടെ തോണുണ്ടായിരുന്നത് ഇവരെന്നെയാണ്. ഇവരെന്നോട് ഇവിടുന്ന് പോവാൻ പറഞ്ഞു. ഞങ്ങളെ ചതിച്ചെന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. ഇങ്ങക്കറിയില്ലേ ഞങ്ങളെ ചതിച്ചിട്ടില്ല എന്നുള്ളത്. ആരും മനസ്സിലാക്കണില്ലക്കെന്നെ. ഇവരൊക്കെ വിചാരം എന്നെ വേറൊരു കണ്ണിലൂടെ ഇവരൊക്കെ കാണുന്നത്. ഇങ്ങക്കറിയില്ലെന്നെ, അത് മതി. ആദ്യാഴ്ച ഞമ്മമ്മ എന്നോട് ഇങ്ങനെ ചൂടായി സംസാരിക്കണത്. ഇമ്മാന്റെ വേറൊരു മുഖം ഞാൻ കണ്ട്. അതേപോലെ തന്നെ ഇമ്മുട്ടിൻ്റെതും ഒരാശ്വാസം ഇന്ന് വരും. പക്ഷെ ഒക്കെ നഷ്ടപ്പെട്ട് കണക്ക്. നിങ്ങൾ പോയപ്പോളെ ഈ പെണ്ണിന്റെ സുഖവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെട്ടു. കൊറേ നേരമായാലും റൂമൊക്കെ കേറിയിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങണത് കാണാനില്ലല്ലോ. ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയാ? ഇല്ല, കൂടിയിട്ടൊന്നുമില്ല. ഏത് പെങ്ങൾക്കാ സഹിക്ക സ്വന്തക്കാനെ ചതിച്ചിക്കണെന്ന് പറഞ്ഞാല്. എന്നാലും ഒരു വാക്കെങ്കിലും ഇത്താക്കിനോട് പറഞ്ഞാ മതിയേനു. പോവാന്ന് പറഞ്ഞ അകത്തേക്ക് പോയിട്ട് കാണായല്ലോ പുറത്തേക്കൊന്നും. പോയി നോക്കണ. ഇമ്മാനോട് പറയണ്ടേന്നില്ല. ഇപ്പം കൂടി അറിഞ്ഞത് എന്താവും. പോയോക്കട്ടെ. എന്തിനാക്ക നിങ്ങൾ ഇന്നിട്ട് പോയത്? ഇനി കൊണ്ടേക്കൂടായി നിങ്ങൾക്ക്. ഇന്ന് ഞങ്ങനൊന്നും അനുഭവിക്കണ്ടല്ലോ. ഞാൻ എവിടേക്കാക്ക പോവുക? എന്റെ എളാമാന്റെ അടുത്തേക്ക് പോവൊക്കെ പേടിയാണ്. ഇമ്മിപ്പില്ലല്ലോ. ഇങ്ങളും ഇമ്മി ഇപ്പി എല്ലാരും ഇട്ടെറിഞ്ഞുപോയി. ശരിക്കും ഞാൻ ഒറ്റപ്പെട്ടില്ലക്ക. ശരിക്കും ഞാൻ ഒറ്റപ്പെട്ടു.
പോണ്ടാ പോയി നോക്കട്ടെ. കൊടുന്നുറങ്ങേ പോവാന്ന് പറഞ്ഞാള്. അതെ, നിങ്ങൾ ഇവിടുന്ന് പോകണ്ടെന്നുണ്ടെങ്കില് നിങ്ങളെ ഈ മെഷീൻ കൊണ്ടേക്കാണ്ടിട്ടാ അതിന് ഇവിടെ വെക്കണ്ട. ഇന്റെയൊക്കെ ഏതായാലും നിങ്ങൾക്ക് വാങ്ങി തന്നതല്ലേ ഈ മെഷീന്. നിങ്ങളിത് കൊണ്ടുപോയിക്കോളി. നിങ്ങളൊരു സാധനം ഇവിടെ വെക്കണ്ട. അത് കാണുമ്പോ തന്നെ ഞങ്ങൾക്ക് ദേഷ്യം വരും. പിന്നെ എന്റെ അക്കാന്റെ ഫോട്ടോ ഒന്നും കൊണ്ടുപോകാൻ നിക്കണ്ട. നിങ്ങളും ഞങ്ങളുമായിട്ടേ ഇനി ഒരു ബന്ധമില്ല. നിങ്ങൾ പോണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയിക്കോളി. ഇത്താ ഇത്താ ഇങ്ങളെന്താ പോണ്ട് തന്നിട്ട് കിടന്നുറങ്ങ? ഇത്താ 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 ഇമ്മ ഇമ്മ കിനാവിന്റെ ലോകത്ത് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.